മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അടുത്തെത്താറായിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. എക്കണോമിക്സിൽ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് 17 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ടേമിൽ ഗവൺമെന്റ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് 5 ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഓണം എക്സാമിന് നമുക്കുള്ളത് 5 ചാപ്റ്റേഴ്സ് ആണ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമി 1950 to 1990. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, മിസ് ഏതാണ് ഇതിൽ നിന്നും സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ, എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെന്താണ് ആൻസർ ചെയ്യേണ്ടത് എന്നും പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണാം. ഈ ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കളും എക്സാമിന് പോകുമ്പോൾ പഠിച്ചിട്ട് പോവുക. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്. 4 മാർക്കിന് മാത്രമല്ല 5 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്. നമുക്കറിയാം 4 ഗോൾസ് ഉണ്ട്. ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ കപ്പാസിറ്റി കൂട്ടലാണ്, GDP കൂട്ടലാണ്. ദെൻ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യലും അതുപോലെ തന്നെ സോഷ്യൽ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യലും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയുള്ള റെക്കഗ്നിഷൻ സൊസൈറ്റിയിൽ കിട്ടണം എന്നുകൂടി പറയുന്നതാണ്. ദെൻ സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് മാക്സിമം കുറച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയെ സെൽഫ് റിലയൻ്റ് ആക്കണം എന്ന് പറയുകയാണ്. ദെൻ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെയാണ്, അവർക്ക് എല്ലാവർക്കും ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. എക്കണോമിയിൽ എന്ത് പ്രോസ്പെരിറ്റി ഉണ്ടായാലും അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എല്ലാ ആളുകൾക്കും ഒരുപോലെ കിട്ടണം എന്ന് പറയുന്നതാണ് ഇക്വിറ്റി. അപ്പോൾ ഇതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ മക്കൾ പഠിച്ചിരിക്കണം. എന്തായാലും നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്ന, ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ദെൻ അടുത്തത് നമ്മളോട് പറയുന്നു 2 മേജർ പോളിസി റീഫോംസ് വെർ കോംപ്ലിമെന്റഡ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ പ്രൊമോട്ടിങ് ഇക്വിറ്റി ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. 1950s നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇക്വിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 പോളിസിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലാൻഡ് റീഫോംസും ഗ്രീൻ റെവല്യൂഷൻ. അതിൽ ലാൻഡ് റീഫോംസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 4 പോയിന്റ്സ് മാത്രമേ അതിൽ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. നമ്മുടെ ജമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്ത കാര്യവും അതുപോലെ തന്നെ ലാൻഡ് ടു ദ ടില്ലർ പോളിസിയും ലാൻഡ് സീലിംഗും സർപ്ലസ് ലാൻഡ് ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തതും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഈ 4 പോയിന്റ്സ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, നമുക്ക് എന്തായാലും ആവശ്യം വരുന്നുണ്ട്. ദെൻ അടുത്തതാണ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ ഇതിൻ്റെ എലമെന്റ്സ് ആയിട്ടുള്ള ഇത്രയും പോയിന്റ്സ് എന്തായാലും പഠിച്ചു വെക്കുക. HYV സീഡ്സിൻ്റെ കാര്യം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, മോഡേൺ എക്യുപ്മെന്റ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റി, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫാമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കൊടുത്തിരുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നിർബന്ധമായും പഠിച്ചു വെക്കണം. 5 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയായിരിക്കും ആൻസർ ചെയ്യേണ്ടി വരാം. ചില സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് 8 മാർക്കിനും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ്റെ ഈ എലമെന്റ്സ് എഴുതണം, അതിൻ്റെ 2 ഫേസസ് എഴുതണം, അഡ്വാൻറ്റേജ് മെൻഷൻ ചെയ്യണം, ഡിസഡ്വാൻറ്റേജ് മെൻഷൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 8 മാർക്ക് തികയുന്നത് കേട്ടോ. ദെൻ അത് കൂടാതെ തന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ പ്രത്യേകമായിട്ടും ചോദിക്കാറുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും മക്കൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് എഴുതേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് കൂടാതെ തന്നെ നമ്മളോട് സ്ഥിരമായിട്ട് ഗ്രീൻ റെവല്യൂഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാറുണ്ട്. ഒന്നുകിൽ മെറിറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ആയിരിക്കാം. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നമുക്കറിയാം ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയതും മാർക്കറ്റ് സർപ്ലസ് കൂടി, ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൈസ് കുറഞ്ഞു, ഇമ്പോർട്ട്സ് കുറഞ്ഞു, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. നമുക്കറിയാം കെമിക്കലൊക്കെ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ മണ്ണിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ റിച്ച് ഫാമേഴ്സിനാണ് കൂടുതൽ ബെനിഫിറ്റ് ആയതെന്നുള്ള കാര്യവും അതുപോലെ തന്നെ HYV സീഡ്സിനെ നല്ലപോലെ പ്രാണികളും കീടങ്ങളും അറ്റാക്ക് ചെയ്യുമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഫസ്റ്റ് ഫേസ് ആദ്യത്തെ 10 വർഷം ഗ്രീൻ റെവല്യൂഷൻ വീറ്റിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതൊരു ലിമിറ്റേഷനാണ്. ഈ വക കാര്യങ്ങളൊക്കെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ റെയറായിട്ടാണ് ഈ ഒരു ചോദ്യം വരാറ്, എന്നാലും ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിബേറ്റ് ഓവർ സബ്സിഡി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിബേറ്റ് ഓവർ സബ്സിഡി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സും നമ്മൾ എഴുതണം, എഗെയിൻസ്റ്റ് ആർഗ്യുമെന്റ്സും നമ്മൾ മെൻഷൻ ചെയ്യണം. സോ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് ഇത്രയും ഉണ്ട്. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കണം. നമുക്കറിയാം കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് അട്രാക്ട് ചെയ്യും, അവരെ പുതിയ പുതിയ മെത്തേഡ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, അവർക്ക് ഏത് കൈൻഡ് ഓഫ് വെതർ കണ്ടീഷനെയും ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് നല്ലപോലെ കുറയും. ഇതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം, പഠിച്ചു വെക്കണം. മിനിമം ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ എഗെയിൻസ്റ്റ് ആർഗ്യുമെന്റ്സിന് വരുന്ന സമയത്ത് സബ്സിഡി ഒരു തവണ കൊടുത്താൽ മതി, പിന്നെ അത്
പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കൊടുക്കരുത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സബ്സിഡിന്റെ മെയിൻ ബെനിഫിറ്റും എൻജോയ് ചെയ്യുന്നത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയാണ്. ഗവൺമെന്റിന് ഒരുപാട് പൈസ നഷ്ടം വരുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യണം. മിനിമം ഒരു 4 പോയിന്റെങ്കിലും എന്തായാലും ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റിലും കൂടെ പഠിച്ചു വെച്ചേക്കാം. ദെൻ അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് IPRനെ കുറിച്ച്. IPRനെ കുറിച്ച് 3 മാർക്കിന് മാത്രമല്ല 4 മാർക്കിനും 5 മാർക്കിനും നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാനെ കുറിച്ചും ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് IPR. അപ്പോൾ IPRനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് വന്നതാണെന്ന് പറയണം. IPRൽ 3 കാറ്റഗറീസ് ആയിട്ടാണ് ഇൻഡസ്ട്രീസിനെ തിരിച്ചതെന്ന് പറയണം. നമുക്കറിയാം ഫസ്റ്റ് കാറ്റഗറിയിൽ ഫുള്ളി ഗവൺമെന്റ് ഓൺഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. സെക്കൻഡ് കാറ്റഗറിയിൽ ഗവൺമെന്റ് പ്രൈവറ്റും കൂടെ നടത്തുന്നതായിരിക്കും. തേർഡ് കാറ്റഗറിയിൽ ഫുള്ളി പ്രൈവറ്റ് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും. ഇത് മെൻഷൻ ചെയ്തതിന് ശേഷം ഒരു 3 പോയിന്റ്സും കൂടെ നിങ്ങൾ അഡീഷണൽ എഴുതാനായിട്ടുണ്ട്. പുതിയ ഇൻഡസ്ട്രീസിനെ ലൈസൻസ് നിർബന്ധമാക്കി, ഓൾറെഡി ഉള്ള ഇൻഡസ്ട്രീസിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലൈസൻസ് നിർബന്ധമാക്കി, അതുപോലെ തന്നെ റീജിയണൽ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബാക്ക്വേർഡ് ഏരിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക്വേർഡ് ഏരിയസിലാണ് ഇൻഡസ്ട്രി തുടങ്ങുന്നതെങ്കിൽ ലൈസൻസ് പ്രൊസീജിയർ സിമ്പിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ബാക്ക്വേർഡ് ഏരിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ 3 പോയിന്റ്സും കൂടി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് വേണം ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മോട് ചോദിക്കുന്നതാണ് ട്രേഡ് പോളിസി എന്തായിരുന്നു. 1950 ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രേഡ് പോളിസി, അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ്. നമുക്കറിയാം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ആ ട്രേഡ് പോളിസി. ഇമ്പോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട്. അതായത് ഇമ്പോർട്ടിന് വേണ്ട ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ മാത്രം മതി എന്നുള്ള രീതിക്ക് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അവർ യൂസ് ചെയ്ത 2 ഇൻസ്ട്രുമെന്റ്സ് ആണ് താരിഫും കോട്ടയും. താരിഫ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ മേലെ ചുമത്തുന്ന നികുതിയാണ്. അത് ഇമ്പോർട്ടഡ് ഗുഡ്സിനെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആക്കും. കോട്ട എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻ ആണ്. അതായത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിന്റെ അളവിൽ ഒരു പരിധി നിശ്ചയിക്കലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഓണം എക്സാമിന്. അതുകൂടാതെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങളൊന്നും മിസ് ചെയ്യാതെ പഠിച്ചിട്ട് വേണം നമ്മുടെ ഓണം എക്സാമിന് പോകാൻ. അപ്പോൾ എല്ലാവരും ഓണം എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.